ഹായ് എവരിവൺ. ജൂൺ 2026 പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ചോദ്യങ്ങൾ ഉണ്ടാവും. സിലബസ് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ പ്രത്യേക ക്രൈറ്റീരിയകൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതിൽ സെലക്റ്റഡ് ആവുന്നത് ആരൊക്കെയാണ്, സെലക്റ്റഡ് ആവുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എങ്ങനെ പഠിച്ച് നന്നായിട്ട് തുടങ്ങാം, അതിനുള്ള സ്ട്രാറ്റജികൾ എന്താണ്, സിലബസ് എങ്ങനെ മനസ്സിലാക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് PG ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് നിങ്ങൾക്ക് ആവശ്യം. അതോടൊപ്പം തന്നെ 4 ഇയർ ഡിഗ്രി ഒക്കെ ഉള്ള സ്റ്റുഡൻസിനും ഫൈനൽ ഇയർ ആവുമ്പോഴേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ക്രൈറ്റീരിയകൾ കുറെ ഉണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഗുലറായിട്ട് PG ചെയ്യുന്നവരാവും കൂടുതൽ, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. 55% മാർക്ക് ഉണ്ടാവണം. റിസർവേഷൻ ഉള്ളവർക്ക് അതിന് 50%ത്തിലേക്ക് ഇളവ് കിട്ടുന്നുണ്ടാവും. ഇക്കാര്യങ്ങളെല്ലാം NTA UGC നെറ്റ് ഡിസംബർ 2025 എക്സാം പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബ്രോഷർ എന്ന് സെർച്ച് ചെയ്താൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആ ഡോക്യുമെന്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കൂടി ഒരു 10-15 മിനിറ്റ് എടുത്താൽ മതി. കീ പോയിന്റുകൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ക്രൈറ്റീരിയ എന്താണ് നമുക്ക് പിടികിട്ടി. പരീക്ഷ നടന്ന് നെറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്ന് 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ PG ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഈ സമയത്ത് കാണുന്നവര്. ഡിസംബർ ജാനുവരി മാസം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കും അടുത്ത പരീക്ഷയിൽ അപ്ലൈ ചെയ്യാം എന്ന് ഓർക്കുക. പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് ഓർക്കുക. നമ്മുടെ ഫോക്കസ് മാറിപ്പോവാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് നെറ്റ് എക്സാമിനോട് തയ്യാറെടുക്കുന്നത് വലിയൊരു ബേർഡനായിട്ട് വരില്ല. നിങ്ങൾ കോളേജിൽ ഉള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ പഠന ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ JRF കൂടി ക്വാളിഫൈ ചെയ്യാനായിട്ട് പരമാവധി എഫേർട്ട് എടുക്കുക. അതാണ് ഏറ്റവും നല്ല വഴിയും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ള സമയവും അതാണെന്ന് ഓർക്കുക. ഇനി ആ ടൈം കഴിഞ്ഞു പോയി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് എടുക്കണം എന്നേ ഉള്ളൂ. എത്ര നേരത്തെ ക്വാളിഫൈ ചെയ്യാമോ അത്രയും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞു. ഈ പരീക്ഷയുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കും. 50 ചോദ്യങ്ങൾ പേപ്പർ 1-ഉം 100 ചോദ്യങ്ങൾ പേപ്പർ 2-ന്റെ ഭാഗമായിട്ട് വരുന്ന പരീക്ഷയാണ്. പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും സിലബസ് പുതിയത് ഡൗൺലോഡ് ചെയ്യുക. NTA UGC നെറ്റ് ന്യൂ സിലബസ് അല്ലെ ലേറ്റസ്റ്റ് സിലബസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UGCയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. അവിടെ 180-ലധികം സബ്ജക്റ്റുകളുടെയും പേപ്പർ 1-ന്റെയും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആ. മസ്റ്റ് ആയിട്ടും ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് എടുത്ത് വെക്കുക. നിങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ്, എന്ത് പഠിക്കണം എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് ആണ് സിലബസ്. സിലബസിനെ ഭംഗിയായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി ഇന്നത്തെ ഒരു ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മാറ്റി വെച്ചാൽ നിങ്ങളൊരു വീടൊക്കെ പണിയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുന്നത് പോലെയുള്ളൊരു പരിപാടിയാണ്. ഈ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ നെറ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങരുത്. അപ്പോൾ സിലബസ് റെഡിയായി. 2 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കട്ട് ഓഫുകളൊന്നും തന്നെ ഇല്ല. 40% ഓവറോൾ നേടണമെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ ടോപ്പ് 1%-നെയും അതിന് താഴെയുള്ള 5%-നെയും അതിന് താഴെയുള്ള 10%-നെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ലോവർ കട്ട് ഓഫ്, ഫിക്സഡ് കട്ട് ഓഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. പരീക്ഷയിൽ ഏറ്റവും മികച്ച 100 പേരെ അല്ലെങ്കിൽ 1000 പേരെ അല്ലെങ്കിൽ 10,000 പേരെ എത്രയാണോ അവരെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്ന 5%-ന് JRF കിട്ടും. 1+5 ടോപ്പ് 6%-ന് നെറ്റ് കിട്ടും. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയും. അതിന് താഴെയുള്ള 10% പേരെയും കൂടി ചേർത്ത് ടോട്ടൽ ഒരു 16% ആളുകൾക്ക് PhD അഡ്മിഷൻ ഉള്ള എലിജിബിലിറ്റി കിട്ടും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അഡ്മിഷന് എൻട്രൻസ് ടെസ്റ്റ് എഴുതണ്ട. PhD അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെറ്റിന്റെ സ്കോർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. ഈ 3 കാറ്റഗറികളാണുള്ളത്. അപ്പൊ നമ്മൾ പാസ് ക്രൈറ്റീരിയയും പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണ്. ഓരോ കൊല്ലവും പരീക്ഷ എഴുതുന്നതിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഈ പെർസെൻറ്റേജ് വരുന്നവർ റിസർവേഷൻ കാറ്റഗറിയിലും അതേ റൂളാണ് പിന്തുടരുക എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഇല്ല. ഏറ്റവും മികച്ചവരാവാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവേണ്ടത്. ഈ സ്ട്രാറ്റജി I+ന്റെ കോഴ്സുകളായാലും നമ്മുടെ 5 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്താലും PYQ+ എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുക.
നിങ്ങൾ കണ്ടന്റും പഠിക്കണം, PYQ നോക്കണം. എന്തുകൊണ്ടാണ് ഈ PYQ കൂടി നോക്കി കണ്ടന്റും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്? എന്ത് പഠിക്കണം എന്നുള്ളൊരു പിക്ചറാണ് നിങ്ങൾക്ക് സിലബസ് തരുന്നത്. അതിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യം വരും, ഏത് ഏരിയകൾ ഫോക്കസ് ചെയ്യണം. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു, പരീക്ഷയ്ക്ക് അനുസൃതമായിട്ടാണോ, പരീക്ഷയുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ എന്നറിയാനാണ് ഈ PYQ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് 2-3 സെറ്റ് PYQ ചെയ്ത് തുടങ്ങിയിട്ട് പഠനം ആരംഭിക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു ബേസ് ലൈൻ, നിങ്ങളുടെ നിലവാരം കണ്ടെത്താനായിട്ട് പറ്റും. എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ചോദ്യങ്ങൾക്കായിട്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞ ശേഷം ഓരോ യൂണിറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് ടെസ്റ്റുകളും ഒക്കെ എടുക്കുമ്പോൾ പഠിച്ചതിൽ എവിടെയാണ് വീക്ക്നെസ്, നിങ്ങളുടെ തെറ്റിയ ചോദ്യങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും മസ്റ്റ് ആണ്. 4 to 6 months ആണ് നെറ്റ് എക്സാമിന് ഒരു പഠിക്കാനുള്ള ഒരു സ്വീറ്റ് സ്പോട്ട്. അതിൽ കൂടുതലോ കുറവോ ആവാം. സമയം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് മതി. 2-3 മാസത്തിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ അവേഴ്സ് അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. കാര്യം ഏറ്റവും മികച്ചവരിലേക്കുള്ള റേസിന് ടൈം കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്, സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷനൊപ്പം. ഇനി അടുത്തതായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറെ കൺസേൺസ് ആണ്. നിങ്ങളുടെ സിലബസ് മാറൂ, നെഗറ്റീവ് മാർക്കിംഗ് വരൂ. എല്ലാ സൈക്കിൾ എക്സാമിന് മുമ്പും ഈ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ജൂണിൽ കൂടി നിങ്ങളുടെ സിലബസ് മാറില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജാ. 2019 തുടങ്ങി 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ ആക്സസ് ഉണ്ട്. സിലബസ് മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് ഈ ചാൻസ് മറക്കാതെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ഉപകാരപ്പെടുത്തി പഠിക്കാനായിട്ട്, ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. ഇനിയും ഈ സൈക്കിളിലൂടെ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഇതിനി നേടിയെടുത്താലുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് HRAയും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു 10-50,000 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാനുള്ള അവസരമാണ് JRF വാഗ്ദാനം ചെയ്യുന്നത്. 10-20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 3 to 5 years, 3 വർഷം കൊണ്ട് നമുക്ക് ഏറ്റവും മിനിമം 3 years വേണം. 5 വർഷം വരെ നിങ്ങൾക്ക് JRFും അതുപോലെ SRFും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും 2 വർഷങ്ങൾ കഴിയുമ്പോൾ SRFിലേക്കും നിങ്ങൾ അപ്ഗ്രേഡഡ് ആവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് PhD റിസർച്ച് വർക്കിന്റെ ഇടയിൽ. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ തന്നെ ഒരു 20-25 ലക്ഷം രൂപയുടെ അടുത്തുള്ള എമൗണ്ട് ആണ് നിങ്ങളിലേക്ക്, അതായത് ഒരു ഫുൾ ടൈം ജോലി നമ്മുടെ നാട്ടിൽ ഒരു LD ക്ലർക്കോ ഒക്കെ ആവുന്നതിനേക്കാൾ ഉപരി വലിയൊരു ശമ്പളമാണ്, ശമ്പളത്തിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ആണ് ഫെലോഷിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ചെലവിൽ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിക്രൂട്ട്മെന്റിനും JRF ഉള്ള ഒരാളാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു വെയിറ്റേജ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് നെറ്റ്, അത് കോളേജുകളിൽ അധ്യാപകരാവാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്. ഗസ്റ്റ് അധ്യാപകരാവാൻ പോലും ഇപ്പോൾ നെറ്റ് മാൻഡേറ്ററി ആണ്. PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി 3rd കാറ്റഗറി ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് PhDക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഇനി മുതൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തരുത് എന്നാണ് UGC പറഞ്ഞിരിക്കുന്നത്. എല്ലായിടവും പ്രാവർത്തികമായിട്ടില്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് നിങ്ങൾക്ക് PhDക്ക് അഡ്മിഷൻ നേടണമെങ്കിലും നെറ്റിന്റെ ഈ സ്കോർ ആവശ്യമായിട്ട് വരും. അതിന് 1 year മാത്രമേ വാലിഡിറ്റി ഉള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി പഠിക്കാനുള്ള സ്ട്രാറ്റജിയെ പറ്റി അധികം ഒന്നും പറയാനായിട്ട് എനിക്കില്ല. ആകെ ഒരേ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം ഓർക്കുക. ആരംഭശൂരത്വവും കുറച്ച് ദിവസത്തെ തയ്യാറെടുപ്പും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ സിലബസ് മാറുമെന്ന് പേടിച്ചൊക്കെ ഇരുന്ന് ഏറ്റവും ഒടുവിൽ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴോ ഒന്നും പഠിച്ചാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല നെറ്റ് എക്സാം. ഇതിനൊക്കെയുള്ള റീസൺ ഞാൻ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുകയല്ല, മികച്ച 1%-നെയും 6%-നെയും തിരഞ്ഞെടുക്കുന്ന പരീക്ഷയാണ് എന്നുള്ളത് മാത്രം. നിങ്ങൾ പഠിക്കാതെ നടക്കുമ്പോൾ, നിങ്ങൾ ഉഴപ്പി നടക്കുമ്പോൾ, നിങ്ങളുടെ കുറെ ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പാഴാക്കിയിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുമ്പോഴേക്ക് അത്രയും നാൾ ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി പഠിച്ചവർ നിങ്ങളെക്കാൾ മുന്നിലെത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രം. അതുകൊണ്ട് മറ്റൊരുപാട് സ്ട്രാറ്റജി ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. സിലബസ് ഡൗൺലോഡ് ചെയ്യുക, PYQ കാര്യങ്ങളൊക്കെ നോക്കുക, പഠിച്ചു തുടങ്ങാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുക. ആ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാനായിട്ട് മാക്സിമം മാറ്റി വെക്കാമോ, അതായത് ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ഉണ്ടാവും. ചിലപ്പോൾ കോളേജിൽ പോകുന്ന ആളാവും, വർക്ക് ചെയ്യുന്ന ആളാവും, പാരന്റിങ് ചെയ്യുന്ന ആളാവും, മറ്റ് കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാവും. അതൊക്കെ നടന്നോട്ടെ. അതിനുശേഷം നിങ്ങൾക്ക്
ബെയർ മിനിമത്തിൽ കഴിഞ്ഞുള്ള എന്റർടൈൻമെന്റും മറ്റ് ആക്ടിവിറ്റികളും ഒക്കെ കുറച്ച് സമയം അതിനും കൊടുക്കുക. അത് സീറോ ആക്കാനല്ല പറയുന്നത്, പക്ഷെ അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഉറക്കവും ഒരു 6 to 7 hours അല്ലെങ്കിൽ 7 to 8 നിങ്ങളുടെ ശാരീരിക പ്രകൃതിയും നിങ്ങളുടെ ബയോളജിക്കൽ റിതവും അനുസരിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി സമയം പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അടുത്ത 6 മാസത്തേക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക. എന്നിട്ട് ആ ടൈം നാളെയല്ല, മറ്റന്നാളല്ല, ഈ ആഴ്ചയല്ല, ഈ മാസമല്ല, നെറ്റ് എക്സാം ജൂൺ ജൂലൈയിലേക്കായിരിക്കും നടക്കുന്നത്. ആ സമയം വരെ നിലനിർത്തി പഠിക്കുക. രാത്രി നിങ്ങളൊരു ജേർണലിംഗ് കൂടി തുടങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക, ഇന്ന് തീരുമാനിച്ചത് ഇതൊക്കെയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പഠിച്ചു. ആ സമാധാനത്തോടെ കിടന്നുറങ്ങുക, ഷോർട്ട് നോട്ടുകൾ എഴുതുക, പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക. ഇത് മതി, നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും. നന്നായി വരട്ടെ, വിജയിച്ചു വായോ. ഓൾ ദി ബെസ്റ്റ്.